ഇസ്രയേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നു തീരും എന്നൊരു ഉറപ്പുമില്ല. ബന്ദികളെ വിട്ടുകൊടുത്താൽ യുദ്ധം ഒരുപക്ഷെ തീർന്നേക്കാം, പക്ഷേ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഈ ഹമാസ് എവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയാവുന്നത് ഗാസയിലുള്ളവർക്കാണ്. അതുകൊണ്ട് ഗാസക്കാരായ ചില ആളുകൾ തന്നെ ഹമാസിനെതിരെ ആയുധമെടുത്താൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ കൂടെ ജീവിക്കുന്ന, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജീവിക്കുന്ന പലസ്തീനികളായിട്ടുള്ള ആളുകൾ തന്നെ ഇസ്രയേലിൻ്റെ ആയുധം വാങ്ങി ഹമാസിനിട്ട് പണിയാൻ പോവുകയാണ്. ബദോയിൻ ട്രൈബ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ തന്നെയാണ്. അവർ യാസർ അബു സാഹബിൻ്റെ നേതൃത്വത്തിൽ ഹമാസിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ പോകുന്നു. ഇത് ഇസ്രയേലിലൊരു വിവാദമായിട്ടുണ്ട്. അവിടുത്തെ പലസ്തീനികളായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ ആയുധം കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ നെതന്യാഹു പറഞ്ഞു, എൻ്റെ ഭടന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യും. അവർ എൻ്റെ ഭടന്മാർ രക്ഷപ്പെടും, പകരം ഹമാസിനെ ഇവർ തട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പുലിയുടെ മടയിൽ കയറി പുലിക്കൂട്ടത്തിലുള്ള ആളുകളെ കൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ഇസ്രയേൽ കളിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതെ, ഈ ബദൂയിൻ എന്ന് പറയുന്നതൊക്കെ പ്രാചീന ഗോത്രങ്ങളിൽ പെട്ടതാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള കാട്ടറബി എന്നൊക്കെ പറയുന്നത് ഈ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഗോത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗോത്രങ്ങളെ ഉപയോഗിക്കുകയാണ് ഞങ്ങളെന്ന് മറ്റേ നെതന്യാഹു അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് യാസർ അബു ഷബാബ് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അബു സാഹബ് എന്നും വായിക്കാൻ തോന്നുന്നു. ഈ ഷബാബ് എന്നാണ് ഗാർഡിയനിൽ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ചത്, ഞാൻ കണ്ടെടുത്ത് അബു സാഹബ് അതെ, യാസർ അബു ഷബാബ് എന്നാണ് ഗാർഡിയനിലെ അഭിമുഖത്തിൽ കാണുന്നത്. അപ്പോൾ ഗാസയിലെ ഗോത്രത്തലവനാണ് ഈ അബു ഷബാബ്. ആ ഗോത്രത്തലവൻ മറ്റേ ഒരാഴ്ചയായി ഈ പരസ്യമായി രംഗത്തുണ്ട് ഹമാസിനെതിരെ. അവിടെ ഒക്ടോബർ 7 ആക്രമണം നടക്കുമ്പോൾ ഈ മയക്കുമരുന്ന് കേസിൽ ഹമാസിന്റെ ജയിലിലായിരുന്നു ഈ ഷബാബ്. ഗാസയിൽ ഹമാസ് ഭരണമാണല്ലോ, അവരുടെ ജയിലിൽ കഴിയായിരുന്നു ആ 7-ാം തീയതി സംഭവം നടക്കുമ്പോൾ. സംഘർഷം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. ഇയാൾ റഫേൽ നിന്നുള്ള ആളാണ്. അയാളുടെ വീടും കാര്യങ്ങളും ഒക്കെ റഫേലാണ്. അപ്പോൾ ആൻറ്റി ടെറർ സർവീസ് എന്നാണ് ഈ ഷബാബിൻ്റെ സംഘടനയുടെ പേര്. ഇപ്പോൾ 100 പേരുണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഇസ്രയേൽ വേണ്ട അത്ര കൊടുക്കുമല്ലോ. ഹമാസിന്റെ അവിടെ നിന്ന് പിടിച്ചെടുത്തതും ഒക്കെ ഇവർക്ക് ആയുധങ്ങൾ കൊടുത്തു. അതിന് ഇസ്രയേലിൽ ചില ആളുകൾക്ക് എതിർപ്പുണ്ട് അങ്ങനെ കൊടുക്കുന്നതിനിടെ. കാരണം മുൻപ് പ്രതിരോധ മന്ത്രിയായിരുന്ന അബിഗ്ദോർ ലിബർമാൻ പരസ്യമായിട്ട് ഇതിനെ എതിർത്ത് വന്നു. അപ്പോഴാണ് നെതന്യാഹു പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്നുണ്ട്, എൻ്റെ പട്ടാളക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അപ്പോൾ കിഴക്കൻ റാഫയിലാണ് ഇപ്പോൾ ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇയാളെ ഇസ്രയേലി ഏജന്റ് എന്ന ഹമാസിനോട് അടുപ്പമുള്ള ആളുകളും ഹമാസുകളും പറയുന്നുണ്ട്. പിന്നെ ട്രൈറ്റർ, ഒറ്റുകാരൻ എന്നും പറയുന്നുണ്ട്. സ്വാഭാവികം. അപ്പോൾ ഗാസയിലെ ആഭ്യന്തര സമരം ഉണ്ടാക്കുക, അവരെ തമ്മിൽ അടുപ്പിക്കുക, അതാണ് ഇസ്രായേലിൻ്റെ പരിപാടി. നല്ല പരിപാടിയാണ്, നല്ല ആശയമാണ്. ഷബാബിന് 32 വയസ്സ്. അയാൾ ഈ എയ്ഡ് റൂട്ടുകളൊക്കെ നിയന്ത്രണം ഇപ്പോൾ ഇയാളുടെ കയ്യിലാണ്. അതായത് ഭക്ഷണ സാധനങ്ങളും മരുന്നൊക്കെ കൊണ്ടുപോകുന്ന റൂട്ടൊക്കെ ഇയാളുടെ കൺട്രോളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കെറം ഷാലോം എന്ന് പറഞ്ഞ ക്രോസിങ് ഇസ്രയേലിനും ഗാസയ്ക്കും ഇടയിൽ, അത് കടന്നു വേണം പോകാൻ. ആ ക്രോസിങ്ങിൻ്റെ അടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഷബാബിൻ്റെ സേനയാണ്. അപ്പോൾ ട്രക്കുകൾ ചില സമയത്ത് ഇവർ കൊള്ളയടിക്കുന്നു എന്ന ആരോപണം ഇവരുടെ ശത്രുക്കൾ പറയുന്നുണ്ട്. ജിഹാദി ഗ്രൂപ്പുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ ഷബാബ് പറയുന്നത് ഇത് മുഴുവൻ ചെയ്യുന്നത് ഹമാസാണ്. കൊള്ളയടി പിന്നെ ചില സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭക്ഷണം കഴിക്കാനും എൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാനും എൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർക്കും അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ UN ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അതിൻ്റെ തലവൻ ജൊനാഥൻ വിറ്റാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിമിനൽ ഗാങ്ങുകളാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇസ്രയേൽ സേന നോക്കി നിൽക്കുകയും കൊണ്ടുപോകുന്നുണ്ട്.
അബു ഷബാബ് അതിൽപ്പെട്ടതായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ UN പലപ്പോഴും ഹമാസിൻ്റെ ഒക്കെ കൂടെ നിലയുറപ്പിക്കുന്നതായിട്ട് കാണാമല്ലോ. നേരത്തെ വായിച്ചിരുന്നു ഈ UN അയച്ച ട്രക്കുകൾ തന്നെ കാണാതെ പോയെന്ന്. ആ ട്രക്കുകൾ തന്നെ കാണാതെ പോയി. ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും മരുന്നും ഒക്കെ ഇവിടുന്ന് ട്രക്കുകൾ കാണാതെ പോയി. അതെ, അപ്പോൾ UN ആളുകളെയൊക്കെ പുറത്താക്കണം എന്ന് നേരത്തെ ഇസ്രയേലും നെതന്യാഹുവും ഒക്കെ കാരണമുണ്ട്. കാരണം UN പലരും ഹമാസിന് വേണ്ടി ചാരപ്പണി ചെയ്യുകയും UN ഓഫീസുകളിൽ ആണ് ബന്ദികളെ പലരും സൂക്ഷിച്ചിരുന്നത്. കാരണം അവിടുത്തെ പലസ്തീനികളെ തന്നെയാണല്ലോ അതെ എടുക്കുന്നത് അതെ സർവീസിന്. അപ്പോൾ അങ്ങനെ ആളുകളായിരിക്കും. അപ്പോൾ ഷബാബ് പറഞ്ഞു ഹമാസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്, ഹമാസ് ആണ് കാരണം. ഞങ്ങൾ ട്രക്കുകൾക്ക് സുരക്ഷ കൊടുക്കുന്നേ ഉള്ളൂ. ഈ ഷാലോം ക്രോസിങ് കഴിഞ്ഞ് ഗാസയ്ക്ക് ഇത് എത്തണമല്ലോ, അതുകൊണ്ട് ക്രോസിങ്ങിൻ്റെ അവിടെ ഞങ്ങൾ നിൽക്കുന്നു. ഇത് കുടുംബങ്ങൾക്കും എത്തണമല്ലോ, ഇവിടുത്തെ എല്ലാ കുടുംബങ്ങൾക്കും എത്താറുണ്ട് ഗാസയിൽ. തെക്കൻ ഇസ്രയേലിനും ഗാസയ്ക്കും ഇടയ്ക്കാണ് ഈ ഷലോം ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇസ്രയേൽ സേന കലാഷ്നിക്കോവ് റൈഫിൾസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പ്രവർത്തിക്കാൻ. ഹമാസിൽ നിന്ന് പിടിച്ച ആയുധങ്ങളും ഒക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഷലോം ക്രോസിംഗ് കഴിഞ്ഞിട്ടാണ് റാഫ, ഇയാളുടെ സ്ഥലം. അവിടെ ഷബാബ് ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഈ വണ്ടികൾ പോകുമ്പോഴൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF എന്ന് പറഞ്ഞൊരു പുതിയ അമേരിക്കൻ പിന്തുണയുള്ള സംഘടന അവിടെ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ സപ്ലൈ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിന് ഷബാബുമായിട്ട് ആ സംഘടനയ്ക്ക് ബന്ധമുണ്ട്. റഫേൽ 3 ഇടത്ത് അതിന് ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഷബാബ് ഫോണിലൊന്നും ഷബാബിനെ കിട്ടില്ല, ഇമെയിൽ വഴി മാത്രമേ എങ്ങനെയെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്ന് ഗാർഡിയൻ എഴുതിയിട്ടുണ്ട്. അത് ഈ ഫോൺ ട്രേസ് ചെയ്ത് വല്ല തട്ടിക്കളയാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായും കഴിഞ്ഞ കൊല്ലം നവംബറിൽ ട്രക്ക് കൊള്ളയടിച്ചതായിട്ട് ന്യൂയോർക്ക് ടൈംസിനോട് ഷബാബ് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ. അതാണ് വീട്ടുകാർക്കും ഞങ്ങളുടെ ഗോത്രക്കാർക്കും എന്ന് പറഞ്ഞത്. ഒരു തിന്നാനും ഞങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ് കൊള്ളയടിച്ചത്, വിൽക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. ഹമാസ് ചെയ്ത് അങ്ങനെയല്ല, അടിച്ചിട്ട് കരിഞ്ഞത് വിൽക്കുകയാണ്. അതാണ് നമ്മുടെ ബിസ്ക്കറ്റിന് 5 രൂപയുടെ 400 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഹമാസ് ഈ ഷബാബിൻ്റെ സഹോദരനെ കൊന്നു, തട്ടിക്കളഞ്ഞു. 2 തവണ ഷബാബിനെയും കൊല്ലാൻ നോക്കി. ഇനിയും അവർ ശ്രമിക്കുന്നുള്ളത് ഉറപ്പാണ്. ഷബാബിനായി ഇസ്രയേലിൻ്റെ ഭടന്മാർ ഹമാസുമായിട്ട് പലപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുന്നുമുണ്ട്. അല്ല, ഇത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളത് നല്ല മാർഗ്ഗമാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ 100 പേരേ ഉള്ളൂ ഇയാളുടെ സേന. ജാതി കൊണ്ടെടുക്കുക എന്നുണ്ട്. 100 പേരേ ഉള്ളൂ ഇയാളുടെ കൂടെ. അതാണ് ആ റിപ്പോർട്ടിൽ 100 പേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ 100ന്റെ കൂടെ ബാക്കി ഇസ്രായേൽ സേനയും എല്ലാം കൂടി ഒന്ന് ചേർന്നോളൂല്ലോ. അല്ല, 100 ഈ ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ലീത്തലായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉള്ള 100 പേരെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സേനയാണ്. വലിയ സേനയാണ്. അവരുടെ കയ്യിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഹമാസ് ഉപയോഗിച്ചിരുന്നൊക്കെ ഉണ്ട്. പിന്നെ ഹമാസിന് വലിയ ശക്തി ഇപ്പം അതിൻ്റെ അകത്തില്ലല്ലോ. മാത്രമല്ല ഇവര് ഒരു ഗോത്രത്തിന്റെ ബിദൂയിൻ ഗോത്രത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഇവര് സർവൈവ് ചെയ്യുകയും ഇവര് നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്താൽ ബാക്കിയുള്ള ആളുകളും സ്വാഭാവികമായും ഇതിലേക്ക് വരും, ഈ ഗോത്രത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസിന്റെ ഭീകരതയിൽ ഭയന്നിട്ട് കുറെ ആളുകൾക്ക് വിധേയരായിരുന്നവർക്കൊക്കെ ഇനി ധൈര്യത്തോടുകൂടി അതിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്രമായിട്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റുമായിരിക്കും അവിടെ. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ആഭ്യന്തര സമരം ഉണ്ടല്ലോ, ഇവരുടെ കലാഷ്നിക്കോവ് കൊണ്ട് ഹമാസിന്. അല്ല, അത് മാത്രമായിരിക്കണമെന്നില്ല. കാരണം അവിടുത്തെ തദ്ദേശവാസികളായ ഇപ്പൊ ഇസ്രയേലി ഭടന്മാർ എന്തായാലും ഗസയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടുത്തെ വഴികളും റൂട്ടും ഒന്നും അങ്ങനെ അറിയില്ല. ഇവർക്കാവുമ്പോൾ അവിടുത്തെ മുക്കും മൂലയും എല്ലാ സ്ഥലവും അറിയാം. ഒരുപക്ഷെ ഭൂമിക്കടിയിലുള്ള ബങ്കറുകൾ എവിടെയാണെന്നറിയാം. ബന്ദികളെ കണ്ടുപിടിക്കാൻ പോലും ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ നിന്നുള്ള വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇസ്രായേലിനെ സഹായിച്ചേക്കാം. അതെ, ഇവർക്ക് വഴിയിലൊക്കെ പോയിട്ട് എടാ ജബ്ബാറെ മറ്റവൻ എവിടെയാന്നൊക്കെ ചോദിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.